ഇത് ഞാൻ എങ്ങനെയാണ് ഫേഷ്യൽ ഹെയർ റിമൂവ് എന്നുള്ള വീഡിയോ ആണ്. ഫസ്റ്റ് തന്നെ ഞാൻ കാർമസിയുടെ റൈസറാണ് എടുക്കുന്നത്. ഞാൻ കുറേ ആയിട്ട് ഈ കാർമസിയുടെ റൈസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിലുള്ളൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ ഹെയർ ഗ്രോത്തിൻ്റെ ആ സെയിം ഡയറക്ഷനിൽ തന്നെ റൈസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്നിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ധൃതിപ്പെട്ട് ഒരിക്കലും ഇത് ചെയ്യില്ല. ഞാൻ ഇത് ഇത്രയും സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ നല്ല പയ്യാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർ നല്ലോണം ശ്രദ്ധിക്കണം. വേഗം ചെയ്യാനേ നോക്കല്, മെല്ലെ തന്നെ ചെയ്യണം. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൈസറും കൂടി ശ്രദ്ധിക്കണം. കാർമസിയുടെ പോലുള്ള റൈസറാണെങ്കിൽ നല്ലതാണ്. നമുക്ക് വേഗം റിമൂവ് ചെയ്യാനും പറ്റും. പിന്നെ അങ്ങനെ മുഖത്ത് പാടുകളോ മുറിയോ ഒന്നും വരത്തില്ല. നമുക്ക് കംഫർട്ടബിളായിട്ട് തന്നെ നിന്ന് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഓരോരോ പാർട്സായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. വേഗം തന്നെ എല്ലായിടത്തും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ല ടൈം. പിന്നെ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർ ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം നമുക്ക് അറിയത്തില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേനും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം നിൽക്കാൻ. പിന്നെ നമ്മൾ കുറച്ചൊന്ന് ഇതായി കഴിയുമ്പോഴത്തേനും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ചെയ്തിട്ടൊരു 2 മാസത്തിന് മേളിലായി. എല്ലാ മാസവും ചെയ്യുന്നതാണ്. പിന്നെ തിരക്കിനിടയ്ക്ക് ഞങ്ങൾ വിട്ടുപോയതാണ്. നമ്മൾ ഓരോ സ്ഥലവും ചെയ്യുമ്പോഴും നല്ലോണം ശ്രദ്ധിച്ച് കെയർ ചെയ്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെല്ലാം കഴിയുമ്പോഴത്തേനും നല്ലോണം ഒന്ന് ഫേസ് വാഷ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേനും ഓക്കെ ആവും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെടാ, ടാറ്റാ.